ഹലോ ഫ്രണ്ട്സ്, അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ RX Pharma വ്ലോഗ്. എല്ലാവർക്കും RX Pharma വ്ലോഗിലേക്ക് സ്വാഗതം. ഇതിൽ ഞാൻ വന്നിരിക്കുന്നത് കേരള PSCയുടെ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനാണ് ഫാർമസിസ്റ്റിനുള്ളത്. അപ്പോൾ 2 ജോബ് നോട്ടിഫിക്കേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട്, എൻ്റെ വീഡിയോസ് എല്ലാം യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ള ഫ്രണ്ട്സിന് അറിയാത്തവർക്കുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. എക്സ്ട്രാ ഓർഡിനറി ഗസറ്റ് ഡേറ്റ് വരുന്നത് 30/10/2020 ലാസ്റ്റ് ഡേറ്റ് നമ്മൾ അപ്ലൈ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് 2/12/2020, അതായത് ഡിസംബർ 2 വരെ ഉള്ളൂ നമ്മൾ ലാസ്റ്റ് ഡേറ്റ്. ഓക്കെ, ആപ്ലിക്കേഷൻസ് ആർ ഇൻവൈറ്റഡ് ഓൺലൈൻ ഓൺലി ത്രൂ വൺ ടൈം രജിസ്ട്രേഷൻ ഫ്രം ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ് ഫോർ അപ്പോയിൻമെൻറ്റ് ഇൻ ദ അണ്ടർ മെൻഷൻ പോസ്റ്റ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ വഴിയാണ് നമുക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് വെച്ചാൽ ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നെയിം ഓഫ് പോസ്റ്റ് ഫാർമസിസ്റ്റ് കം ഡ്രസ്സർ, ഗ്രേഡ് 3 ആണ്. സ്കെയിൽ ഓഫ് പേ വരുന്നത് 6,515 to 10,400 ആണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. നമ്പർ ഓഫ് വേക്കൻസീസ് വരുന്നത് 1 ആണ്. പിന്നെ കുറച്ച് നോട്ട്സും കാര്യങ്ങളും അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദ നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഷോർട്ട് ലിസ്റ്റ് ഓർ പ്രോബബിലിറ്റി ലിസ്റ്റ് ഓഫ് ദ എബോവ് പോസ്റ്റ് വിൽ ബി ഡിസൈഡഡ് ആസ് പെർ ദ അവൈലബിലിറ്റി ഓഫ് അഡ്മിറ്റഡ് ആപ്ലിക്കേഷൻസ്. ആപ്ലിക്കേഷൻസിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് അവർ ഷോർട്ട് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ ദ എബോവ് വേക്കൻസീസ് നൗ ഇൻ ഇപ്പോൾ ഉള്ള വേക്കൻസി, ഇപ്പോൾ വേക്കൻസി 1 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിലവിലുള്ള വേക്കൻസിയാണ് 1. അപ്പോൾ നമ്മുടെ ഈ റാങ്ക് ലിസ്റ്റ്, ഇപ്പോൾ നമ്മൾ എക്സാം എഴുതി റാങ്ക് ലിസ്റ്റ് വന്ന് ഫസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് വരും. ആ ഷോർട്ട് ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് റാങ്ക് ലിസ്റ്റ് വരും. ആ റാങ്ക് ലിസ്റ്റ് വന്നതിന് ഉള്ളിൽ 3 വർഷത്തേക്ക് നമുക്ക് വരുന്ന ആ സ്ഥാപനത്തിൽ വരുന്ന എല്ലാ ഒഴിവിലേക്കും ഇപ്പോൾ ഇടുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നും നമ്മളെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇപ്പോൾ വരുന്ന എക്സിസ്റ്റൻസ് ഒഴിവ് 1 ആണെങ്കിലും 3 ഇയേഴ്സിനുള്ളിൽ വരുന്ന വേക്കൻസീസിലൊക്കെ പോസ്റ്റിംഗ് നടക്കും. ഓക്കെ, പിന്നെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് വരുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് വരുന്നത്. ഏജ് വരുന്നത് 18 to 36 ആണ്. 8 ബോൺ ബിറ്റ്വീൻ 1984 ആൻഡ് 2002 അതിനിടയ്ക്ക് ജനിച്ചവരായിരിക്കണം. അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് SC/STക്കും OBCക്കൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. പിന്നെ വരുന്ന ക്വാളിഫിക്കേഷനാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് DPharm ആണ്. 60% മാർക്കോടുകൂടി DPharm ആണ്. പിന്നെ രജിസ്ട്രേഷൻ വിത്ത് ഫാർമസി കൗൺസിലിൻ്റെ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. പിന്നെ വരുന്നത്, അതായത് വൺ ടൈം രജിസ്ട്രേഷനിൽ എന്തായാലും കാൻഡിഡേറ്റ്സ് രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ അവർ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള www.keralapsc.gov.in ആ സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാര്യം വൺ ടൈം രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും ഒരു യൂസർ ഐഡിയും പാസ്വേഡും ഉണ്ടാവും. അപ്പോൾ അതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അത് അറിയാൻ പറ്റുമായിരിക്കും. കാര്യം കഴിഞ്ഞ DME DHSനെല്ലാം അങ്ങനെ തന്നെ ആയിരുന്നു. ഫോട്ടോഗ്രാഫ് അല്ലാതെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് 31 ഡിസംബർ 2010 ശേഷം എടുത്തതായിരിക്കണം. പിന്നെ ആധാർ കാർഡ് ID പ്രൂഫായിട്ട് പ്രൊഫൈലിൽ ആഡ് ചെയ്തിരിക്കണം. സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഒരു കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യണം. വൺ ടൈം രജിസ്ട്രേഷനിൽ കൂടി കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് അഡ്മിഷൻ ടിക്കറ്റ് എക്സാമിന് ഒരു 15 ദിവസം മുമ്പ് തൊട്ട് അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കൺഫർമേഷൻ ചെയ്തിട്ട് നമ്മൾ എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ ബ്ലോക്ക് ആവും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും എക്സാം എഴുതണം. അങ്ങനെയാണ് ഇപ്പോഴത്തെ റൂള് വരുന്നത്. ഓക്കെ, പിന്നെ വരുന്ന നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഡിസംബർ 2 ആണ് വരുന്നത്. വെനസ്ഡേ അപ് ടു 12 midnight വരെയാണ് വരുന്നത്. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡ് ഫാർമസിസ്റ്റ് കം ഡ്രസ്സർ ഗ്രേഡ് 3 വിളിച്ചിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് ഇതുപോലെ തന്നെ നമുക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കണമെങ്കിൽ അതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കയറിയിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ, വൺ ടൈം രജിസ്ട്രേഷനിൽ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റിൽ അതിലോട്ട് പോവാം. ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഇതാണ്. ജനറൽ റിക്രൂട്ട്മെൻറ്റ് ഡിസ്ട്രിക്ട് വൈസിൽ വരുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ആണ്. സ്കെയിൽ ഓഫ് പേ 22,200 ആൻഡ് 48,000 ആണ്. നമ്പർ ഓഫ് വേക്കൻസീസ് വരുന്നത് ഡിസ്ട്രിക്ട് വൈസിൽ ട്രിവാൻഡ്രം 1, പത്തനംതിട്ട 1, ഇടുക്കി 1, എറണാകുളം 1 ആൻഡ് കോഴിക്കോട് 2 അങ്ങനെയാണ്. അപ്പം ഇത്രയും ഡിസ്ട്രിക്റ്റിലോട്ടാണ് ഇപ്പോൾ നമ്പർ ഓഫ് വേക്കൻസീസ് നിലവിലുള്ളത്. സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. ഓരോ ജില്ലയ്ക്ക് വേണ്ടിയിട്ടും സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്.
ഈ റാങ്ക് ലിസ്റ്റ് അറിയാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 വർഷത്തെ കാലാവധി ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ എന്തായാലും ഒരു ജില്ലയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ 5 വർഷം എന്തായാലും നമ്മൾ സർവീസ് അവിടെ ഉണ്ടായിരിക്കും. അതിനുശേഷം മാത്രമേ നമുക്ക് ട്രാൻസ്ഫറിനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഒരു എക്സാം വെക്കുമ്പോഴേക്കും വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം ഒരു ജില്ല സെലക്ട് ചെയ്യുക. ഒരാൾക്ക് ഓരോ ഡിസ്ട്രിക്റ്റിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ഒന്നിൽ കൂടുതൽ ഡിസ്ട്രിക്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ വരുന്നത് ഈ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഒരു 3% ഫ്രഷ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു 3%-നെ എന്തായാലും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എടുക്കുന്നതായിരിക്കും. അതായത് ലോക്കോമോട്ടർ ഡിസബിലിറ്റി ഓർ സെറിബ്രൽ പാൾസി കാറ്റഗറീസിലൊക്കെ പെടുന്നവർക്ക് 3% ഉണ്ടാവും. പക്ഷേ ഡിഫറെൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് ബിലോങ്ങിങ് ടു ലോ വിഷൻ, ബ്ലൈൻഡ്നെസ്, ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് കാറ്റഗറീസൊക്കെ നോട്ട് എലിജിബിൾ എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ലോക്കോമോട്ടർ ഡിസബിലിറ്റി ആൻഡ് സെറിബ്രൽ പാൾസിക്കാണ് 3% അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് വരുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് വരുന്നത് 18 to 36 ആണ്. ഏജ് 1984-നും 2002-നും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. പിന്നെ SC/ST കാൻഡിഡേറ്റ്സ്, അതർ OBC കാൻഡിഡേറ്റ്സിനൊക്കെ യൂഷ്വലായിട്ടുള്ള ഒരു ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. പിന്നെ ക്വാളിഫിക്കേഷൻ ജനറലി വരുന്നത് നമ്മളെന്തായാലും പാസ് ഇൻ പ്രീ ഡിഗ്രി ഓർ +2 ഓർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പാസ്സായിട്ടിരിക്കണം, ബേസിക് ക്വാളിഫിക്കേഷൻ. ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ വരുന്നത് എഡ്യൂക്കേഷൻ ഓൾ ഇൻ സയൻസ് സ്ട്രീം. ടെക്നിക്കലിൽ വരുന്നത് ഡിപ്ലോമ ഇൻ ഫാർമസി ഓർ ഇറ്റ്സ് ഇക്വലൻ്റ്. പിന്നെ രജിസ്ട്രേഷൻ വിത്ത് ദ കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ. അത് രണ്ടുമാണ് ക്വാളിഫിക്കേഷൻസ് വരുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള മോഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 ടൈം രജിസ്ട്രേഷനിൽ രജിസ്റ്റർ ചെയ്ത കാൻഡിഡേറ്റ്സ് ആയിരിക്കണം. പിന്നെ www.keralapsc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ യൂസർ ID യും പാസ്വേഡ് യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ഫോട്ടോസിൻ്റെ കാലാവധി അറിയാമല്ലോ, 31/12/2010 ശേഷം എടുത്ത ഫോട്ടോസ് ആയിരിക്കണം. ഏത് ജില്ലയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അതൊക്കെ അനുസരിച്ചിട്ട് എന്തായാലും അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ മുതൽ നമ്മുടെ എക്സാം പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.